ഗായ്സ്, ഇന്നാണ് എൻ്റെ പിറന്നാൾ. അപ്പോൾ അമ്മ തന്നൊരു യൂണിക്കോൺ സെറ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അൺബോക്സിങ് ബർത്ത്ഡേ ഗിഫ്റ്റ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ഒരു യൂണിക്കോണിൻ്റെ പൗച്ച് കേട്ടോ. ഇത് തുറക്കുള്ളൊരു പൗച്ചാണ്, നോക്കിക്കോളൂ. അടുത്തതൊരു മാർക്കറാണ്, നോക്കൂ. ഇങ്ങനെ ഇംഗ്ലീഷൊക്കെ ഉണ്ട്. ഞാൻ തുറക്കണം. മാർക്കർ എന്നുവെച്ചാൽ ഹൈലൈറ്റ് ആണ്. പിന്നെ ഒരു ഇങ്ങനത്തെ സാധനം കേട്ടോ. ഇതിൻ്റെ അടിയിലൊരു പാന്, പിന്നെ ഒരു ലൈറ്റ് പറഞ്ഞ സാധനമാണ്. ഇത് നോക്കിക്കോ. പിന്നെ ഒരു കീ ചെയിനാണ്. പിന്നെ ഇങ്ങനത്തെ സാധനം. ഇതിൻ്റെ ബാക്കിൽ നോക്കിക്കോ, ഒരു യൂണിക്കോണാണ്. ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, ഇത് യൂണിക്കോൺ സെറ്റാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു സാധനമാണ്, പെൻസിൽ. നിങ്ങൾക്കിത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഇത് ഒരു പാന ഇത് കണ്ടില്ലേ, ഇങ്ങനെ അമർത്തണ പാനാണ്. നെക്സ്റ്റ് നിങ്ങളിത് ചിലപ്പോഴൊക്കെ കണ്ടിടാവുന്ന സാധനമാണ്. അത് ചിലവർക്ക് ഉണ്ടാവും. ഞാൻ കേട്ടോ. പിന്നെ ഒരു പാന, നിറച്ച് പാനാണ് കേട്ടോ. മൂടി തുറന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ. ഞാനതൊന്നും യൂസ് ചെയ്തിട്ടില്ല, എപ്പോൾ കിട്ടിയാലും. പിന്നെ ഒരു എറേസറാണ്. ഇതൊന്നും ഞാൻ തുറന്നിട്ടില്ല, നിങ്ങളോട് സത്യം പറയില്ല. പിന്നെ ഒരു ജെൽപ്പനാണ്. ജെൽപ്പൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നോക്കൂ, ഇതിങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ എങ്ങനെ ഫിക്സ് ആക്കുന്നതാണ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. നമ്മൾക്ക് ഇതൊന്നും വാങ്ങിച്ചു തരാത്തതുകൊണ്ട് അധികമൊന്നും ഇതിനെ കുറിച്ച് അറിയില്ല. ഇത് തുറക്കാൻ പറ്റുമെന്നും അറിയില്ല. ഇത് ഫിക്സബിൾ ആണെന്നും അറിയില്ല. ഒന്നും ഇതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഒരു സഹായം മാത്രം ചോദിച്ചത്, ഇതെന്താണെന്ന് പറയാൻ പറ്റുമെന്ന്. അപ്പോൾ അടുത്തത് നമ്മൾക്ക് ഒരു ഇതുണ്ട്, സ്കെയില്. നമുക്ക് തുറക്കാം. എന്തായാലും ഇപ്പോൾ തുറന്നിട്ട കാര്യമുള്ളൂ, തുറക്കാണ്ട്. എൻ്റെ കവറ് കളയുന്നത് ഇതെന്ന് വെച്ചാൽ ഈ വർഷം ഞാൻ അത് കൊണ്ടുപോയില്ല. ഇതെന്ന് വെച്ചാൽ 3ാം ക്ലാസ്സിലാവാറായി. അപ്പോൾ 3ാം ക്ലാസ്സിൽ കൊണ്ടുപോയാൽ മതി. ഇങ്ങനത്തെ ഒരെണ്ണം നമുക്ക് ഇങ്ങനെ ആക്കാൻ പറ്റും. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ അവിടെ കുറേ ഷേപ്സ് വരയ്ക്കാൻ പറ്റും. കണ്ടോ, അങ്ങനത്തെ ഒന്നാണ്. എൻ്റെ കവറിൽ തന്നെ ഞാൻ തിരിച്ച് വയ്ക്കണം. എന്താണെന്ന് വെച്ചാൽ മിസ്സായാൽ അത്രയും ഹാപ്പിനെസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് 8 നാട്ടോ. ഇന്ന് തന്നെ ജനുവരി 27th 8 പിറന്നാള്. പിന്നെ ഒരു ബുക്ക് അങ്ങനത്തെയാണ് കേട്ടോ. പിന്നെ എൻ്റെ അച്ഛൻ വന്ന ഗിഫ്റ്റാണ്. ഇതാണ് കേട്ടോ, നോക്കിക്കോളൂ. ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റാണ്. പിന്നെ അത് തുറന്നാൽ രണ്ടും തുറക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആവും. പിന്നെ ഇങ്ങനെ തുറക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തുറന്നു ഇതിൻ്റെ ഫോട്ടോ ആട്ടോ, ഫോട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കണ എന്നിട്ടാണ് നിങ്ങൾക്കറിയാം. ഇതൊരു പേപ്പറാണ്. എഴുതിയിരിക്കണേ, അച്ഛൻ്റെ സുന്ദരി മോളിക്ക് പിറന്നാൾ ആശംസകൾ. അതാണ് ഇപ്പോൾ ഞാനത് ഇങ്ങനെ തിരിച്ചെന്നെ വെച്ച പോലെ തന്നെ വെക്കേണ്ട. അത്രയും നല്ല ഭയങ്കര ഗിഫ്റ്റായിരുന്നു. എനിക്ക് ഈ ഗിഫ്റ്റാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഒരു ഗിഫ്റ്റും കൂടിയുണ്ട്, അതെൻ്റെ അമ്മാമ്മ തന്നതാണ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കണം, ഞാൻ അത് കാണിച്ചു തരും. ഓക്കെ, അതൊരു അപ്പോൾ ആ അമ്മാമ്മ തന്നൊരു കിച്ചൺ സെറ്റാണ്. അതുകൊണ്ട് ഞാൻ കളിച്ച് കഴിഞ്ഞു. ഞാൻ കിറ്റിയുള്ള തന്നെ കളിക്കും. ആദ്യം ഇങ്ങനത്തെ ഒരു പാത്രം നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ കളിക്കാം. എന്നിടയ്ക്ക് ഇങ്ങനെ കളിക്കണം. അപ്പോൾ ഇത് രണ്ടെണ്ണം. ഇത് ഇങ്ങനത്തെ പാത്രം. അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറേ സാധനങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട്
അടുത്തതായിട്ടൊരു കുക്കറാണ്, മിനി കുക്കർ. ഇങ്ങനത്തെ ഒരു കുക്കറാണ്. പിന്നെ പാത്രം, ഇതിൻ്റെ 3 സൈസ് ഉണ്ട് കേട്ടോ, 2 കൂടി. അങ്ങനെ മീഡിയം ഒക്കെ വരുന്ന അങ്ങനത്തെ ഒരു സൈസാണ്. പിന്നെ പാത്രങ്ങൾ 1, 2, 3. പിന്നെ നമ്മുടെ കലം, പിന്നെ കേട്ടോ ജഗ്, പിന്നെ സ്റ്റൗവിൻ്റെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് എനിക്ക് ഇന്ന് കിട്ടിയ ഗിഫ്റ്റ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടാറ്റാ, സീ യു.